ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു മുരിങ്ങാത്തോരൻ്റെ റെസിപ്പിയുമായിട്ടോ വന്നിക്കണത്. നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് മുരിങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണ്ടു. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുരിങ്ങയൊക്കെ ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഊരിയെടുത്ത് കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാനൊരുങ്ങാം. അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2-3 ഇല്ലി വെളുത്തുള്ളി ചതച്ചതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് കൈ വെച്ച് നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങയ്ക്ക് ഞാൻ നല്ലോണം കൈവച്ചും തിരുമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ, തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചട്ടിയിലത്തെ വെള്ളമൊക്കെ വറ്റി ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ. പിന്നെ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു സവാള എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ സവാളൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കതിക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ച മുരിങ്ങ ഞാൻ അതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുരിങ്ങ ഇട്ട് കൊടുത്ത് നമുക്കത് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ അതിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങൻ്റെ ഇതായിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് തട്ടി പൊത്തി വെച്ചിട്ട് പിന്നെ അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റൊക്കെ നേരം ആവിയിൽ ഇങ്ങനെ വെക്കണം. തീയൊന്നും ഈ സമയത്ത് അധികം കത്തിക്കേണ്ട, ചെറിയൊരു തീ മതി. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിരുന്ന മുരിങ്ങ തുറന്ന് ഇട്ടുണ്ട് കേട്ടോ. ഇനി 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മുരിങ്ങാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. അപ്പോൾ മുരിങ്ങയൊക്കെ വീട്ടിലുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോയുമായി വരണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.